പ്രേമിലൊക്കെ ഇറങ്ങിയപ്പോൾ ഫുൾ ടൈം അത്യാവശ്യം കോമഡി കാര്യങ്ങൾ, പക്ഷെ അതിനേക്കാൾ ഒരുപടി മുന്നിൽ എന്ന് വേണമെങ്കിൽ പറയാം. ചിലതൊന്നും അങ്ങനെ വർക്കായില്ല, ചിലത് കുഴപ്പമില്ല. എങ്ങനെയാണ് കോമഡി ഇല്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ കൊള്ളാം. ആവേശം അതിലമ്പാന്റെ ഒരു ഇത് പ്രതീക്ഷയാണ് ചെന്നത്, പക്ഷെ വലിയതായിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈബോളം. വെൽക്കം ബാക്ക്. മലയാളത്തിന്റെ വാലന്റൈൻസ് ഡേ വീക്ക് റിലീസുകളൊക്കെ എത്തിയിരിക്കുകയാണ്. അംബാനെ നായകനാക്കി രംഗണ്ണൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമഡി റൊമാൻറ്റിക് മൂവി ആവേശത്തിന് ശേഷം ജിത്തു മാധവനാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. സജിൻ ഗോപു ആൻഡ് അനശ്വര രാജൻ നായകരായി എത്തുന്ന പൈങ്കിളി കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നേരെ പൈങ്കിളി റിവ്യൂലേക്ക്. ആണോ സിനിമ കൊള്ള സിനിമ അനശ്വര കൊള്ളൂല, അമ്പാൻ കൊള്ളേ സെറ്റ്. അനശ്വരയുടെ മേക്കപ്പ് പോരാന്നാണോ? മേക്കപ്പ് പോരല്ല, ചളിയാണ് അനശ്വര, ഓവറാണ് അഭിനയം. കോമഡി വർക്കായില്ലേ അപ്പൊ? അനശ്വരയുടെ കൊള്ളൂല, അമ്പാന്റെ കൊള്ളാം. ഓക്കെ, മൊത്തം തിയേറ്റർ വാച്ചിനുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടോ? പിന്നെ ഉണ്ട്, കിള്ള സിനിമ. ഭയങ്കര കോമഡി പൊട്ടിച്ചിരിപ്പിക്കുന്നൊക്കെ ഉണ്ടോ? ചിരിപ്പിക്കൊക്കെ ഉണ്ട്. യൂത്തിന് എല്ലാവർക്കും വർക്കാവോ? യൂത്താ, ഫാമിലി ഓഡിയൻസിനൊക്കെ ഫാമിലി പയ്യന്മാർക്കും കൊള്ളാം. ഓക്കെ, ഒരു വൈബ്, ചിരിക്കാറുണ്ട്. അമ്പാന്റെ പ്രേമലുമാണ്. പ്രേമല്ലോ അല്ല, ഒരു വെറൈറ്റി സാധനമാണ്, ഒരു ഓവറായിട്ടുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ അവർ അഴിച്ചു വിട്ടിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് വർക്കായി. കോമഡിയാണോ പിടിച്ചേക്കുന്നത്? കോമഡി മെയിൻ, ത്രൂ ഔട്ട് കോമഡി. അമ്പാൻ എങ്ങനെയുണ്ട്? തരത്തിലുണ്ട്. അടുത്ത ഹീറോ മെറ്റീരിയൽ ആണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം കഥാപാത്രങ്ങൾ കിട്ടുന്ന അനുസരിച്ചിരിക്കും. ഓക്കെ, മൊത്തത്തിൽ എങ്ങനെയുണ്ട് തിയേറ്റർ വാച്ച്? എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈബോളം, ഫ്രഷ് സ്റ്റോറിയാണ്. പൊതുവെയുണ്ട്. ഓക്കെ, കോമഡിയാണ്, കുഴപ്പമില്ല. ഇല്ലില്ല, ചില സീനൊക്കെ ഇത്തിരി ഓവറായിരുന്നു, ബാക്കിയൊക്കെ കുഴപ്പമില്ല. കണ്ടിരിക്കുക ഫുള്ളൊരു എന്റർടൈൻമെന്റ് ഓണാണോ പടം? ആ, ഇടയ്ക്കൊക്കെ ഇച്ചിരി ലാഗ്, കുഴപ്പമില്ല. ഓക്കെ, ടോട്ടലി അമ്പാന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വർക്കായോ? വർക്കായി. എങ്ങനെയാണ്? ഭയങ്കര പൊട്ടിച്ചിരിപ്പിക്കുന്ന കോമഡികളാണോ? അത്ര പൊട്ടിച്ചിരിയില്ല, എന്നാലും കോമഡി ഉണ്ട് പടത്തിൽ. പുതുമയുള്ള സ്റ്റോറിയാണോ? അല്ലല്ല, എല്ലാം കണ്ട് പഴകിയ സ്റ്റോറി തന്നെയാണ്. അമ്പാൻ എങ്ങനെയുണ്ട്? അമ്പാൻ പഴയ അമ്പാൻ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കോമഡിയാണോ? അങ്ങനെയല്ല, ഇപ്പോൾ ആവേശം അതിലമ്പാന്റെ ഒരു ഇത് പ്രതീക്ഷയാണ് ചെന്നത്, പക്ഷെ വലിയതായിട്ടില്ല. കഥയും വലിയതായിട്ട് ആവേശത്തിന്റെ സെക്കൻഡ് പാർട്ടാണോ വന്നതാണ്? അങ്ങനെയല്ല, എന്നാലും നോർമലി ഒരു എന്താ പറയുക, അമ്പാന്റെ ഒരു ഇത് മറ്റേലുള്ളതിന്റെ കുറച്ച് ഫുൾ ടൈം ഉള്ളതല്ലേ, അതിന്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. എന്നാൽ നോർമലി ഓക്കെയാണ്. പുള്ളി ഹീറോ ആയിട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്? ഹീറോ എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടില്ല വല്ലാണ്ട്. ചെറിയൊരു കോമഡി ആ പടം അത്ര തന്നെ. ലവ് സ്റ്റോറി വലിയ ഇതായിട്ടൊന്നുമില്ല. സ്റ്റോറി എങ്ങനെയുണ്ട്? ഫ്രഷ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ മറ്റേ ഷോർട്ട് ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, ജസ്റ്റ് ആ ഒരു ഇതിന് ആ ഒരു ഇതേ ഉള്ളൂ, അത് എൻഡിങ്ങിൽ വെച്ചേ ഉള്ളൂ. ബാക്കി ഒക്കെയാണ്. കോമഡിയൊക്കെ എങ്ങനെയുണ്ട്? ഫുൾ വർക്കാവുന്ന കോമഡീസ് ആണോ അതോ ചിലത്? അല്ല, നോർമലാണ് കേട്ടോ. തിയേറ്റർ വാച്ച് സജസ്റ്റ് ചെയ്യൂ? വൺ വാച്ചൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. മിക്സഡ് കൺഫ്യൂഷൻ ആണ്, ബിക്കോസ് കാര്യം എല്ലാവർക്കും ഹ്യൂമർ അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എനിക്ക് പേഴ്സണലി ചില ഇടങ്ങളിലൊക്കെ ആവശ്യമില്ലാണ്ട് കൊടുത്തിട്ടുള്ള ഒരു ഫീൽ ചെയ്തു. പക്ഷെ ഓവറോൾ ഓക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റോറി എങ്ങനെയാണ്? ഫുള്ളൊരു എല്ലാവരും ഒരു കോമഡി ട്രെയിലർ കണ്ടപ്പോൾ നമ്മളൊരു കോമഡി അമ്പാൻ ഇതുവരെ കാണാത്തൊരു ക്യാരക്ടറാണ്. കാര്യം ഭയങ്കര ഒരു ചേഞ്ച് ആണ് പുള്ളി ഇതിൽ വരുത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എല്ലാ ഫിലിംസിലും പുള്ളിക്ക് എന്തെങ്കിലും ക്യാരക്ടർ കിട്ടാനുള്ള എല്ലാ വകുപ്പും പുള്ളി അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ഒന്നും പറയില്ല, ലാസ്റ്റ് ആ ഒരു പുള്ളിയുടെ പെർഫോമൻസ് കാണേണ്ടതാണ്. കോമഡി ആയിട്ടാണ് എല്ലാവർക്കും വർക്കാവില്ല. മെയിൻ കാര്യം ഭയങ്കര ടച്ച് ആണ് ഫുൾ. നമ്മൾ ഈ എന്താ പറയാ, പണ്ടത്തെ ഈ ക്രിഞ്ച് ലവ് പ്രണയം കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. എങ്ങനെയുണ്ട് മൊത്തത്തില്? ഇതുവരെ കാണാത്തൊരു ക്യാരക്ടറും അതൊക്കെ അല്ലായിരുന്നോ? ഭയങ്കര ഹൈ ആയിട്ടൊക്കെ നിൽക്കുന്ന പെർഫോമൻസ്. പുള്ളി ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ആ ഒരു സംഭവങ്ങള് ചിലതൊന്നും അങ്ങനെ വർക്കായില്ല, ചിലത് കുഴപ്പമില്ല. എങ്ങനെയാണ് തിയേറ്റർ വാച്ച് സജസ്റ്റ് ചെയ്യോ? ഒരു ഹിറ്റ് അടിക്കാനുള്ള ഇതുണ്ടോ തിയേറ്ററിൽ വന്ന് കണ്ട? തിയേറ്റർ വാച്ച് അവരവരെ ഇഷ്ടമല്ല, എന്താ പറയാ, ഇറ്റ്സ് എന്റർടൈനർ തന്നെയാണ്. തിയേറ്ററിക്കൽ വാച്ച് എന്റർടൈനറാണ്. ഓക്കെ, ലൈക്ക് നമ്മൾ മറ്റേ ജാനേമൻ അങ്ങനെയൊക്കെ പറയില്ലേ, തിയേറ്ററിക്കൽ വാച്ച് എന്റർടൈനറാണ്. എസ്പെഷ്യലി സജിന്റെ പെർഫോമൻസ് നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് കോമഡി മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണോ? മേക്കിംഗ് കളർഫുൾ മേക്കിംഗ് ആണ്. ഇറ്റ്സ് എ കളർഫുൾ മേക്കിംഗ് ആണ്. എസ്പെഷ്യലി സജിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വന്ന് കാണുക. ത്രൂ ഔട്ട് റൊമാൻറ്റിക് ഇതാണോ പിടിച്ചേക്കുന്നത് അതോ ഫുൾ കോമഡിയാണോ പിടിച്ചത്? കോമഡി എന്റർടൈനർ അത് തന്നെയാണ്. റൊമാൻറ്റിക്കിനെക്കാട്ടും കൂടുതൽ ഇതൊരു കോമഡി എന്റർടൈനർ അങ്ങനെ തന്നെ ചിത്രീകരിച്ച് നോക്കി. ഓക്കെ, തിയേറ്റർ വാച്ച് സജസ്റ്റ് ആണ്. തിയേറ്ററിക്കൽ വാച്ച് ആണ്, തിയേറ്ററിക്കൽ വാച്ച് എങ്കിലേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇത്രയും കാലം സജിൻ ഗോപു അംബാൻ എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇനി സുഗു സജിത് കുമാർ എന്നുള്ള പേരിൽ അറിയപ്പെടും. അത്ര ഫുള്ള് കോമഡിയാണ്, ഫുൾ ടൈം കോമഡി, ചിരിച്ച് ഒരു വഴിയാവും.
നമ്മൾ മുന്നേ വന്നിട്ടുള്ള ഒരു റൊമാൻറ്റിക് സ്റ്റോറിയോ കോമഡി സ്റ്റോറിയോ ഒക്കെ ആയിട്ട് സാമ്യമുള്ളതാണോ? ചെറിയ സാമ്യങ്ങൾ ഉണ്ടെങ്കിലും അതങ്ങനെ ഫീൽ ചെയ്യില്ല. കാഴ്ചയിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഫുൾ ടൈം കോമഡി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ത്രൂ ഔട്ട് എന്റർടൈൻമെന്റ് ആണ്. ത്രൂ ഔട്ട് എന്റർടൈൻമെന്റ് ആണ്. മുമ്പ് ഇറങ്ങിയതിൽ സിനിമയായിട്ട് സാമ്യം തോന്നിയോ കണ്ടിട്ട്? നമ്മൾ പ്രേമിലൊക്കെ ഇറങ്ങിയപ്പോൾ ഫുൾ ടൈം അത്യാവശ്യം കോമഡിയും കാര്യങ്ങളും, പക്ഷെ അതിനേക്കാൾ ഒരുപടി മുന്നിലെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം കോമഡി ഉണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം കുഴപ്പമില്ല, നല്ല പടം. വിന്നർ തന്നെയാണ്. വിന്നർ തന്നെയാണ്. അത്യാവശ്യം നല്ല ഓടും പടം, നന്നായിട്ട് നിൽക്കുക. ഓക്കെ, ത്രൂ ഔട്ട് കോമഡിയാണ് ഫുള്ള്. ചിരിക്കാനുള്ള ഒരു പടമാണ്. അമ്പാൻ എങ്ങനെയുണ്ട്? അമ്പാൻ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഫാമിലിക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണോ? യൂത്തിനും ഫാമിലിക്കും ഇഷ്ടപ്പെടാം. ഓക്കെ, ഇവിടെ എങ്ങനെയുണ്ടാ? ഓക്കെ, എക്സ്പീരിയൻസ് ചില സീനൊക്കെ കുറച്ച് ഓവർ ആക്കിയ പോലെ. ഓക്കെ, കുഴപ്പമില്ല. എല്ലാവർക്കും വർക്കാവോ അതോ? അല്ല, ഇഷ്ടപ്പെടും, കണ്ടോണ്ടിരിക്കാം. ഓക്കെ, പ്രേമലു ഒക്കെ പോലൊരു ആ ഒരു രീതി ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഇല്ല. കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ കൊള്ളാം. ഓക്കെ, സജിൻ അമ്പാൻ എങ്ങനെയുണ്ട്? സജിൻ ഗോപു വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം. പണ്ട് തനിയാവർത്തിൽ മമ്മൂട്ടി ചെയ്തതിന് ഒരു കോമഡിയിലൂടെ ഒരു പൈങ്കിളി സിറ്റുവേഷനിലൂടെ വളരെ എന്താ പറയുക ഹാസ്യാത്മകമായിട്ട് ചിരിക്കാനും ചിന്തിക്കാനും വളരെ പഞ്ചിങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷണൽ കോമഡിയാണ്. ഉഗ്രം പടം. ശ്രീജിത്ത് ബാബു എന്ന് പറഞ്ഞ പുതിയൊരു സംവിധായകനെ കൂടി മലയാളികൾക്ക് കിട്ടി. ഗംഭീരം.